ഹലോ നമസ്കാരം, ഞാൻ മിനി. വെൽക്കം ടു മിനീസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ലൊരു ചക്ക അവിയലാണ്. ആ ചക്ക അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പല ചക്കയൊക്കെ തീരുന്ന സമയമായിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്കൊരു ചക്ക അവിയലും കൂടെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. കുറച്ച് ചക്ക ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ചക്കക്കുരുവൊക്കെ മാറ്റിയിട്ട് നീളത്തിൽ വേണം അവിയൽ ഉണ്ടാക്കാനായിട്ട് അരിയാനായി. ഒരു 4-5 ചക്കക്കുരുവും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ ചക്കക്കുരുവും കൂടെ അവിയലിനകത്ത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ ഇത്രയും ചക്ക എടുത്തിട്ടുണ്ട്. ഞാൻ ചട്ടിക്കകത്താണ് അവിയൽ വെക്കുന്നത്. അപ്പോൾ അതിന് ആവശ്യമായ സാധനങ്ങൾ: ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, ഒരു 5-6 കുരുമുളക് ഇട്ടിട്ടുണ്ട്, 3 അല്ലി വെളുത്തുള്ളിയുണ്ട്, ഒരു 4 കാന്താരിയും കൂടെ ഇട്ടിട്ടുണ്ട്, ഒരു തണ്ട് കറിവേപ്പുണ്ട്. പിന്നെ ഇത് കടുക് വറുക്കുന്നതിന് ആവശ്യമായ വെളിച്ചെണ്ണ വേണം, കടുക് വേണം, 2 വറ്റൽമുളകും കൂടി വേണം. പിന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് നമുക്കിത് ജാറിനകത്തിട്ട് അരച്ചുകൊണ്ട് വരാം. പച്ചക്കറികളുടെ അവിയൽ ഉണ്ടാക്കുന്ന മാതിരി തന്നെ ഇതൊന്ന് അരഞ്ഞെടുത്താൽ മതി. ഒരുപാട് മഷി മാതിരി ഒന്നും അരയ്ക്കണ്ട. അപ്പം ഇത്ര അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു തണ്ട് കറിവേപ്പും കൂടെ അതിനകത്തിട്ട് ഒന്ന് ചതച്ചുകൊണ്ട് വരാം. ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്താൽ മതി. നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലോട്ടിടാം. ഇത് ചതച്ചാണ് ഇത് ഇങ്ങനെയാണ് എടുത്തത്. വെള്ളം ഒഴിക്കാതെ ചതച്ചാണ് എടുത്തത്. പിന്നെ നമ്മൾ വെള്ളം ചേർക്കുന്നുള്ളൂ. ആവശ്യത്തിന് ഉപ്പ് ഇടുക. എന്നിട്ട് നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് ഞെരടി കൂട്ടണം. ഇത് എല്ലായിടും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിന് ചക്കയുടെ വേവ് അനുസരിച്ച് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കാം. ചക്കയ്ക്ക് വേവുള്ളതാണെങ്കിൽ സ്വല്പം കൂടെ ചേർക്കാം. എന്നിട്ട് തീ കൂട്ടിയിട്ട് വേവിക്കരുത്, മീഡിയത്തിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. കുഴഞ്ഞു പോകരുത്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ അതിന് മേളിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് കത്തിക്കാം. മീഡിയത്തിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ചട്ടിയാണ്, പെട്ടെന്ന് അടിക്കൊന്നും പിടിക്കാതെ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ പാത്രങ്ങളുണ്ടെങ്കിൽ അതിൽ വയ്ക്കാം. ഉരുളിയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തും വയ്ക്കാം. ചരുവത്തിലോ ഏതിൽ വേണമെങ്കിലും ഇത് വയ്ക്കാം. അടച്ച് വെച്ച് വേവിക്കാം. നമുക്കിനി അടച്ച് വയ്ക്കാം. എന്നിട്ട് ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കണം, വെള്ളമുണ്ടോ കരിഞ്ഞോ എന്നൊക്കെ ശ്രദ്ധിക്കണം. കടുക് വറുക്കാനുള്ളത് അരിഞ്ഞു വെക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കണം. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഇനി ആവി വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇങ്ങനെ ഇരിക്കാതെ ചക്ക അവിയലാണിത്. ഒരുപാട് വെന്തുടഞ്ഞു പോകരുത്, ഒന്നുകൂടെ വേവണം. തീ സിമ്മിൽ വേണം ഇട്ടേക്കാൻ. ഇനി ഒരു 2-3 മിനിറ്റ് കൂടി ഇരുന്നാൽ മതി. നമ്മുടെ ചക്ക അവിയൽ റെഡി ആയിട്ടുണ്ട്. ചക്ക അടപ്പിൽ വെച്ചിട്ട് എങ്ങും പൊക്കളയരുത്. സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുക. ഇനി നമുക്കതിനെ കടുക് വറുത്തെടുക്കാം. ചക്ക കുഴയ്ക്കുന്നത് പോലെ ഇട്ട് കുഴച്ച് കളയരുത്. ഇത് മാറ്റി വയ്ക്കാം. ഇതിന് കടുക് വറുക്കാൻ വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ്. 3 സ്പൂൺ എണ്ണ ഒഴിക്കുക, 2-3 സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുക. ചില സമയത്തൊക്കെ നമ്മുടെ കടുവിന് പൊട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അതിൻ്റെ പ്രയാസം കണ്ടില്ലേ പൊട്ടാൻ. അപ്പം നമ്മളതിനെ പൊട്ടിച്ച് കൊടുക്കേണ്ടി വരും. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് 2 വറ്റൽമുളക് അതിനകത്തിടാം. കടുകൊക്കെ പൊട്ടി നമുക്ക് അതിനകത്തോട്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. നമുക്ക് നമ്മുടെ അവിയലിനകത്തോട്ട് ഇത് ഒഴിക്കാം. അപ്പം നമ്മുടെ ചക്ക അവിയൽ റെഡി ആയിട്ടുണ്ട്. ഈ ചക്ക അവിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം ചെയ്ത് നോക്കണം. ചക്ക അവിയൽ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അധിക സമയമൊന്നും വേണ്ട, പെട്ടെന്നായിക്കോളും. ചക്ക അടപ്പേ വെച്ചിട്ട് നിങ്ങൾ എങ്ങും പോവുകയും ചെയ്യരുത്. അത്ര പെട്ടെന്ന് ചക്ക അവിയലായി കിട്ടും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചക്ക അവിയൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും. അത് ക്ലിക്ക് ചെയ്താൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.